മുകേഷ് എം.എൽ.എക്കെതിരായ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന കുറ്റപത്രം, പരാതിക്കാരിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ്ഐടി വ്യക്തമാക്കി. സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ആലുവ സ്വദേശിനിയെ നടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു പരാതി വന്നത്. ഈ പരാതിയിൽ പറയുന്നത് അമ്മയിൽ അംഗത്വം നൽകാമെന്ന വാഗ്ദാനം നൽകിയുള്ള പീഡനമായിരുന്നു എന്നതാണ്. നിരന്തരമായി ഇത്തരത്തിലുള്ള പീഡന ശ്രമങ്ങളും നടന്നു. അത്തരത്തിൽ ഉള്ള വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നതടക്കം നടി ആരോപിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം.എൽ.എ കൂടിയായ മുകേഷ് എന്ന ചലച്ചിത്ര താരത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത്. ഇത് മരട് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായ സാഹചര്യ തെളിവുകളും അതോടൊപ്പം തന്നെ സാക്ഷി മൊഴികളും ഉണ്ടെന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അവകാശവാദം. അതോടൊപ്പം തന്നെയാണ് ഇമെയിൽ ചാറ്റും അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റും അടങ്ങുന്ന ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും വിചാരണയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേസ് കടക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ 7 പേർക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിൽ ഇടവേള ബാബുവിനെതിരെയുള്ളതും മണിയൻപിള്ള രാജുവിനെതിരെയുള്ളതും കുറ്റപത്രങ്ങളും സമർപ്പിച്ചു എന്നതാണ് നമുക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ദേവിക, ശരി. നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് അവരുടെ കമൻസുകളൊന്നും വായിക്കുന്നില്ല എന്ന്. പ്രകാശൻ വേലിക്കുട്ടിയാണ് വായിക്കുന്നുണ്ട്. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഓരോ കമൻസും നിരവധി വാർത്തകൾ ഉണ്ടായതുകൊണ്ടാണ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോയത്. ക്ഷമിക്കണം അല്ലേ? നിങ്ങൾ ഈ ദിവസം മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക എന്ന് കൂടി പറയുകയാണ്. ഇതൊക്കെ അനിൽ നമ്പ്യാർ, പ്രദീപ് പിള്ള എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഓരോ ദിവസവും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അനിൽ നമ്പ്യാർ ഡിബേറ്റുമായിട്ട് വരുന്നു. അതുപോലെ തന്നെ പ്രദീപ് പിള്ളയും ഇനിയും ഉള്ള ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി